ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിജയ് ദേവരകൊണ്ടയുടെ അടുത്ത വമ്പൻ തെലുഗു സിനിമ കിങ്ഡം എന്ന സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. ജൂലൈ 31 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഒരേ സമയം തെലുഗു, തമിഴ് ഭാഷകളിലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ ജൂലൈ 25 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണ് മാരീഷൻ. വടിവേലു, ഫഹദ് ഫാസൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയിലെ ഗാനം നാളെ ജൂലൈ 9 തീയതി പുറത്തുവരുന്നു. ഫഫ എന്ന ഗാനം വൈകിട്ട് 4:03 റിലീസ് ആകുന്നതാണ്. മന്ദാകിനി എന്ന നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ശേഷം അൽതാഫ് സലീം, അനാർക്കലി, മരിക്കാർ കോംബോ ഒരുമിക്കുന്ന സിനിമയാണ് ഇന്നസെന്റ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുന്നു. സിനിമ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തും. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച സിനിമകളിലൊന്നാണല്ലോ പണി. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. ടെലിവിഷൻ പ്രീമിയർ ഉടനെ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണല്ലോ ED. സുരാജ് വെഞ്ഞാറമൂട് നായകനെത്തിയ സിനിമ അമൃത TVയിൽ ഉടനെ സംപ്രേഷണം ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന കൂലി എന്ന രജനികാന്തിന്റെ ലൊഗീഷ് സംവിധാനം ചെയ്യുന്ന സിനിമയിലെ രണ്ടാമത്തെ ഗാനം റിലീസിനായിട്ട് ഒരുങ്ങുന്നു. ഈ ആഴ്ചയിലെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗാനത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാകും. പൂജ ഹെഗ്ഡെ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഗാനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലലിറ്റിന്റെ പുതിയ സിനിമയുടെ പ്രഖ്യാപനം ഇന്നായിരുന്നല്ലോ വന്നത്. L365 ഓസ്റ്റിൻ ഡാൻ സംവിധാനം ചെയ്ത ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണല്ലോ പ്രഖ്യാപനത്തിന് ശേഷം ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ക്രൂവിനെ കുറിച്ച്, ജോണറിനെ കുറിച്ച്, റിലീസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ആഷിഖ് ഉസ്മാൻ തന്നെ പറയുന്നത് പ്രകാരം സിനിമ വെറുമൊരു കോമഡി പടം മാത്രമല്ല, പോലീസ് കോമഡി ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന സിനിമയാണ് എന്നും ഈ വർഷം അവസാനത്തോടെ തന്നെ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇനി ക്രൂവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ രതീഷ് രവി തിരക്കഥ രചിക്കുന്ന സിനിമയ്ക്ക് എഡിറ്റിംഗ് നിർവഹിക്കുക വിവേക ഹർഷനായിരിക്കുമെന്നും സിനിമയുടെ സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദന്റേതാണ് എന്നും കോസ്റ്റ്യൂം മാഷ റംസയാണ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് DOP ഡിപ്പാർട്ട്മെന്റ് ആരൊക്കെയാണെന്ന് ഇനിയും ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും തുടരും സിനിമയുടെ അതേ കോമ്പിനേഷൻ തന്നെ ആയിരിക്കും എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, DOP ഷാജി കുമാർ ആണ് എന്നാണ് നിലവിലെ റൂമേഴ്സ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നല്ല ക്രൂവോടെ വരാനായിട്ടിരിക്കുന്ന L365 കൂടുതൽ വാർത്തകൾക്ക്.